ഓണാശംസകൾ. ഞാനിവിടെ വന്നത് ആദ്യമായിട്ടാണ് പരിപാടി പങ്കെടുക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ആലപിക്കാൻ പോകുന്ന കവിത വയലാർ രവി കേട്ടോ, വയലാർ രാമവർമ്മയുടെ ആത്മാവിൽ ഒരു ചിത എന്ന കവിതയാണ്. നിങ്ങൾ പലരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവാം. വളരെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. വയലാറിന്റെ 4 വയസ്സുള്ളപ്പോഴാണ് വയലാറിന്റെ അച്ഛൻ മരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ 30ാമത്തെ വയസ്സിന് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നും അദ്ദേഹം എഴുതിയ കവിതയാണ്. അന്നത്തെ ആ മരണത്തിന്റെ ഓർമ്മയെ കുറിച്ചിട്ട് എനിക്ക് കാണാതെ മുഴുവൻ അറിയില്ല, അതുകൊണ്ടാണ്. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും വന്നു നിശബ്ദമായി. വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നു പോയാണ നിഴലുകൾ മാതിരി. കത്തുന്നു കാറ്റിന്റെ കാണാത്ത കൈകൾ, എത്തിപ്പിടിക്കാൻ നിലവിളക്കിത്തിരി. ഇത്തിരി ചാണകം തേച്ചവരും നില അച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. വീട്ടിനകത്തു കരഞ്ഞു തളർന്നമ്മ, വീണുപോയി നേരം വെളുത്ത നേരം മുതൽ. വാരിയെടുത്തന്നെ ഉമ്മ വച്ചമ്മയം ഓരോന്ന് ചൊല്ലിക്കരഞ്ഞതാക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ കളിപ്പന്തു കാരണം. വന്നവർ എന്നെ നോക്കിക്കൊണ്ടു നിന്നു നെടുത്തിടുന്നതെന്തിങ്ങനെ. ഒന്നും എനിക്ക് മനസ്സിലായില്ലച്ഛൻ, ഇന്നുണരാത്തതും ഉമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാനെന്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കുമ്പഴേ. പച്ചപ്പിലാവിന് തൊപ്പിയും വെച്ചുകൊണ്ട് അച്ഛന്റെ കണ്ടിരിമെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായെന്റെ കൈ തട്ടി മാറ്റി പതുക്കയൻ മാതുകൻ. എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണ് അച്ഛനിന്നുണരാത്തതെന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ. കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു പോയെന്നയാൾ നെഞ്ഞകം പിന്നി പറഞ്ഞു മറുപടി. ഏതാണ്ടപകടമാണച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാനൊന്നാശ്വസിച്ചു പോയി. ആലപ്പുഴയ്ക്ക് പോയി എന്നു കേൾക്കുന്നത് പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാലെനിക്കച്ഛനോറഞ്ച് കൊണ്ടത്തരാറുള്ളതോട്ടു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും. ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോ, ആരാണ് കൊണ്ടക്കളഞ്ഞതൻ പമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു പോയി, കുട്ടനെ ഇട്ടേച്ചു പോയതെന്തിങ്ങനെ. അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുമ്പു ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെയുള്ളൂ, നിന്നച്ഛൻ മരിച്ചു പോയി. വെള്ളം ഒഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ട് പുതപ്പിച്ചിതച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടു
ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി തൊട്ടട് അങ്ങേ പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ. അച്ചിതാഗ്നിക്കു വലം വെച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ. ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും ചന്ദന പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരംഗം. ഇപ്പോഴോക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. എന്നന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ച് ഇന്നുമെന്നോർമ്മ ദഹിപ്പിക്കുമച്ഛനെ. താങ്ക് യു.